ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എസെക്കിയേൽ എഴുതിയ പുസ്തകം 33-ാം അധ്യായം 8-ാം വാക്യം. എസെക്കിയേൽ 33:8. ആ ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ ചിന്തിക്കുന്ന ഒരു ആശയം, സുവിശേഷം നമ്മൾ ആരോടൊക്കെ പറയണം? ഈ ദൈവത്തിൻ്റെ രക്ഷയുടെ സുവിശേഷം നമ്മൾ ആരോടൊക്കെ പറയണം? എനിക്ക് മനസ്സിലായ കാര്യത്തിൽ നിന്ന് ഞാൻ 1-2 പോയിന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഒന്നാമത്തെ കാര്യം, രക്ഷയുടെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കേണ്ടത് എന്നും രാവിലെ നമ്മളോട് തന്നെയാണ്. കാര്യം, ഈ രക്ഷയുടെ സുവിശേഷം പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിൻ്റേതായ ഓരോരോ ഇൻഫ്ലുവൻസ് കാരണം പലപ്പോഴും നമുക്ക് ദൈവത്തെ മറക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ആ ക്വയറ്റ് ടൈമിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ സുവിശേഷം നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുക. നമ്മളോട് തന്നെയാണ് ആദ്യം സുവിശേഷം എന്നും പറയേണ്ടത്. നമ്മളുടെ ആത്മാവിനെയാണ് ദൈവത്തിന് വേണ്ടുന്നത്. അത് നമ്മൾ സുരക്ഷിതമാക്കാനായിട്ട് ദൈവവുമായിട്ട് പങ്കാളിയാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദൈവത്തിനായിരിക്കും, ഏറ്റവും വലിയ നഷ്ടം നമ്മളുടെ ആത്മാവിനുമായിരിക്കും. രണ്ടാമതായിട്ട് സുവിശേഷം നമ്മൾ പറയേണ്ടത് നമ്മുടെ വീട്ടിലുള്ള, ഭവനത്തിലുള്ള ആൾക്കാരാണ്. നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ. തീർച്ചയായിട്ടും ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി ദൈവത്തെ അറിയുന്നില്ല, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദൈവത്തെ അറിയുകയും ചെയ്യാമെങ്കിൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യു വിൽ ബി അൺഈവൻലി യോക്ഡ്. അപ്പോൾ കാളയെ പൂട്ടാനായിട്ട് ഇറക്കുന്ന ഉടനെ 2 ഭാഗത്തും 2 കാളയുണ്ടല്ലോ. അപ്പം ഒരെണ്ണത്തിന് നല്ല ആരോഗ്യവും മറ്റതിന് ആരോഗ്യവും കുറവുമാണെങ്കിൽ ആ കാള പൂട്ടുന്നത് ശരിയാവില്ല. അപ്പോൾ അതുപോലെയായിരിക്കും നിങ്ങളുടെ കുടുംബം. അപ്പോൾ ജീവിത പങ്കാളിയുടെ അടുക്കൽ ഈ സുവിശേഷം പറയുക, അവർക്ക് ഈ മാനസാന്തരം ഉണ്ടാകുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മക്കൾ, ഒരു അച്ഛനും അമ്മയ്ക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മക്കൾക്ക് ബോധ്യമുണ്ടാകുക, എൻ്റെ മാതാപിതാക്കൾ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നു എന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കുമ്പോഴാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹം, അല്ലെങ്കിൽ അനുഗ്രഹപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നാലാമത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ആൾക്കാർ, അതായത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആൾക്കാർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഇതിൻ്റെ വിത്ത് വിതയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുവാണെങ്കിൽ അവരുടെ അടുക്ക് നമ്മളിത് ഈ സുവിശേഷം ഷെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്ക് സുവിശേഷം പ്രഘോഷിക്കേണ്ട വ്യക്തികൾ. ഇൻസ്റ്റഗ്രാമിനകത്തുമൊക്കെ നന്നായിട്ട് ഫീഡുകൾ വരുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ് ജെ ജോൺ. പറഞ്ഞത് ഞാൻ കടമെടുക്കുകയാണ്. ഒരുവൻ ക്രിസ്ത്യാനി അല്ലാതാകുന്നതിന് 2 കാരണമേ ഉള്ളൂ. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല. രണ്ടാമത്, അവൻ്റെ ജീവിതത്തിൽ അവനൊരു ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി അല്ലാതാകുന്നത്, അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാൻ റെഡിയാകാത്തതിൻ്റെ കാരണം ഇത് 2ആണ്. അപ്പം നമ്മളൊരു നല്ല എക്സാമ്പിൾ ആണോ ഇല്ലയോ എന്ന് നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. നമ്മുടെ ജീവിത രീതിയും നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും അത് യഥാർത്ഥ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടേതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ വിശ്വസിക്കുന്ന ആ ആശയങ്ങളിൽ ആകൃഷ്ടരാകും. അവരതിനെപ്പറ്റി അന്വേഷിക്കും, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അവർ തയ്യാറാവും. പിന്നെ ഇനി രണ്ടാമത്തെ ഫേസ് ഞാൻ പറയാം. പല ആൾക്കാരും ചെറിയ തോതിൽ ഈ പറഞ്ഞ പോലെ വീടുകളിലും സുഹൃത്തുക്കളുടെ ഇടയ്ക്കിലുമൊക്കെ പ്രഘോഷണം നടത്തി മുന്നോട്ട് പോകുന്നു. പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയും. ചില ആൾക്കാരുണ്ട്, വലിയൊരു ജനത്തെ, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ടി വി ഇവാഞ്ചലിസം ഒക്കെ ഉണ്ട്, വലിയ ജനക്കൂട്ടത്തെയാണ് ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വിളിയാണ്, ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ വിളികളുണ്ട്. ഇനിയുമാണ് ഞാൻ എസെക്കിയേൽ 33:8 പോകുന്നത്. എസെക്കിയേൽ 33:8 ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്
ദുഷ്ടാ നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയുവാൻ മനസ്സ് വയ്ക്കാത്തവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം യഹോവ പറയുകയാണ്, നിന്നെ ഞാൻ കൽപ്പിക്കുന്നു, ഇസ്രായേലിൽ പോയി സുവിശേഷം പറയുക. എന്നിട്ട് ഞാൻ നിൻ്റെ അടുക്ക് കൽപ്പിച്ചിട്ട് നീ പോകുന്നില്ല, അകൃത്യം ചെയ്യുന്നവരുടെ അടുക്കെ ഈ വാണിംഗ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം അവൻ്റെ അകൃത്യത്തിൽ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കലും സ്വർഗത്തിൽ വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ നീ ചെയ്യാത്ത ജോലി കാരണം അവർ നരകത്തിൽ പോവുകയാണെങ്കിൽ അവരുടെ രക്തത്തിൻ്റെ വില ഞാൻ നിന്നോട് ചോദിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം ഈ യഥാർത്ഥ ക്രിസ്തുവിനെ കണ്ട ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാര്യം നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടായിരിക്കണം. നമ്മുടെ ജോലി, ഉത്തരവാദിത്വം ഇതാണ്. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത് ഇതാണ്: നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുക. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷവും, ഹൃദയം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ നമ്മൾ ഈ സുവിശേഷം അറിയിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യം നമുക്കുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം ഇതുപോലെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വരുന്ന പറഞ്ഞേ, ഒരു പ്രാവശ്യം ഇതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ പോയി. ഇതൊന്നും നമുക്ക് വലിയ സാമ്പത്തികമായിട്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അല്ല പറയുന്നത്. എന്നിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്കെപ്പോഴും വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഞാൻ പോയപ്പോൾ, ആ സമയത്ത് ഞാൻ സ്കൂളിൽ അധ്യാപകനായിരുന്നു. സ്കൂൾ ചെറിയാണ്. അപ്പം ഓസ്ട്രേലിയയിലൂടെ പെർത്തില സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ പയ്യനായിരുന്നു. പയ്യൻ മുന്നോട്ട് വന്നതിന് ശേഷം പറഞ്ഞു, ഇന്നലെ ഞാൻ കടകളിൽ കൂടെ പോയപ്പോൾ ചോക്ലേറ്റിൻ്റെ ഭാഗത്ത് ചെന്നപ്പോഴത്തേക്കും ഞാൻ സാറിനെ ഓർത്തു കഴിഞ്ഞപ്പോൾ ഒരു ബാറ് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് എൻ്റെ തന്നിട്ട് വന്നു പറഞ്ഞു, എനിക്കിത് മേടിക്കണമെന്നും സാറിന് തരണമെന്നും തോന്നി എന്ന് പറഞ്ഞു. പണ്ടത്തെ മനോജായിരുന്നെങ്കിൽ വിചാരിച്ചേനെ, അവരിങ്ങനെ തോന്നി അവൻ മേടിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, എൻ്റെ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്ത് അവൻ്റെ തലേന്ന് ദൈവം അവനെ തോന്നിച്ചതാണ് ഇതുപോലെ മേടിക്കാനായിട്ട്. അങ്ങനെ ദൈവം അവനെ കൊണ്ട് മേടിപ്പിച്ച് പിറ്റേന്ന് തന്നെ എനിക്ക് കൊണ്ട് തന്നു. അത് ദൈവം അവനൊരു ദൂതനാക്കി വിട്ടതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം നമ്മളുടെ ആത്മീയ വളർച്ചാ ഘട്ടത്തിലെ ഒരു പോയിൻ്റാണ് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ്. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വേറെ ഒരു പ്രാവശ്യം ഇതുപോലെ വളരെയധികം ബുദ്ധിമുട്ടി വൈകുന്നേരം ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെ തരണം ചെയ്യുമെന്ന് ആലോചിച്ച് മണിക്കൂറുകൾ ആലോചിച്ചു. അത് ജോലി ചെയ്യുന്നുണ്ട്, മനസ്സെല്ലാം ഇതിനെപ്പറ്റിയുള്ള ചിന്തയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ കതക് മുട്ടിയിട്ട് പറഞ്ഞു. ഞാൻ ചെന്ന് കതക് തുറന്നു. പരിചയമുള്ള വ്യക്തിയാണ്, റാന്നിക്കാരനാണ്. അദ്ദേഹം ഒരു ബാഗിനകത്ത്, അദ്ദേഹത്തിന് ചില സ്ഥലമൊക്കെ ഉണ്ട്, അപ്പം അവിടെ കൃഷിയുണ്ട്. ആ കൃഷിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് അത്തിപ്പഴം, കുറച്ച് മുന്തിരിങ്ങ, പിന്നെ കുറച്ച് തേന്, ഇതെല്ലാം കൂടെ ഒരു ബാഗിനകത്ത് ഇട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരെണ്ണം വരെ പോകുന്ന വഴിക്ക് ഇത് മനോജിന് തരാനായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനിത് കൊണ്ടുപോയി തരുവാണ്, ഇത് ഇറങ്ങാൻ സമയമില്ല, വീട്ടിലോട്ട് ഇറങ്ങാൻ സമയമില്ല, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് പോയി. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ അതിന് മുന്നേ വന്നിട്ടുമില്ല, അതിന് ശേഷവും വന്നിട്ടില്ല. ഒറ്റ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനപ്പോൾ ഓർത്തു, ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വളരെ കപ്പാസിറ്റി ഉള്ള ആളാണ്. നമ്മൾ വിചാരിക്കും, ദൈവം അങ്ങനെ എങ്ങനെയാണ്, നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ദൈവം അങ്ങ് ഉയർത്തിയിരിക്കുന്ന വ്യക്തിയാണ്, നമ്മളെ ഒന്നും കാര്യമായിട്ട് കണക്കാക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവനാണ്. അപ്പം നമ്മളുടെ മനസ്സ് വിഷമിക്കുന്നതും ബുദ്ധിമുട്ടുന്നതും ഒക്കെ ദൈവത്തിനറിയാം. അപ്പം അതനുസരിച്ച് അദ്ദേഹം എനിക്ക് തന്നു. ഞാൻ ആ ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പം ഈ ഒരു ബോധ്യം എനിക്കുണ്ട്. ദൈവം ഈ പല ആൾക്കാരെയും ദൈവത്തിൻ്റെ സന്ദേശവാഹകനാക്കും, ദൈവത്തിൻ്റെ പല കാര്യങ്ങളും കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൊറിയർ ഏജൻ്റാക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ആ വലിയ കൃപ മനസ്സിലാക്കാനുള്ള ഓരോ ദൂതന്മാരും ഓരോ മീഡിയമാണ് നമ്മൾ ഓരോരുത്തരും. എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയും തിരിച്ച് റീപേ ചെയ്ത 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ പോകുന്ന ഒരു ആംഗ്ലിക്കൻ പള്ളിയുണ്ട്. പള്ളിയിൽ 2
ശ്രീലങ്കയിൽ നിന്ന് വന്ന 2 ഹിന്ദു കുടുംബമുണ്ട്. അപ്പം അവർ പുതിയതായിട്ട് വന്നപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടു. അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ അങ്ങനെ വീടുകളൊന്നും അങ്ങനെ സന്ദർശിക്കാറില്ല, ക്ഷണിക്കാറുമില്ല, സന്ദർശിക്കാറുമില്ല. വീടുകളിൽ പോയി. പക്ഷേ ഇദ്ദേഹം ഒരു പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു. ഞാനപ്പോൾ ശരി വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം ഒരു ക്രിസ്മസ് സമയത്ത് അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഇത് ദൈവം ഇദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നതാണോ? അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞ് എൻ്റെ മറ്റൊരു സുഹൃത്തുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 1.5 വർഷം ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഒരു ദിവസം പോകും. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ അദ്ദേഹവുമായിട്ട്, ഈ കുടുംബവുമായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പനും മോനുമേ ഉള്ളൂ, ഭാര്യയും മറ്റുള്ളവരും ആരുമില്ല, കൂടെയില്ല. ഭാര്യ മരിച്ചുപോയി, മോളുള്ളത് മെൽബണിലാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട്, ഇദ്ദേഹം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് പല സംശയങ്ങളും ഞങ്ങളുടെയൊക്കെ ചോദിക്കുന്നു. ഈ 2 മണിക്കൂർ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ഓരോന്നോരോന്ന് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിപ്പോഴും വിചാരിക്കുന്നത്, ദൈവം ഞങ്ങൾ പോകുമെന്നറിയാം, ഞങ്ങളെ കഴിയുന്ന രീതിയിൽ എൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നൊക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കണം ദൈവം ഇദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങളുടെയൊക്കെ ചോദിപ്പിച്ചത്. അതൊരു ഉദാഹരണം. രണ്ടാമത് ഇതുപോലെ ഞാനൊരു പ്രാവശ്യം നാട്ടിലോട്ട് പോകാൻ നേരത്ത്, അതിന് മുമ്പായിട്ട് ഒരാളിനെ പറ്റി ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഇദ്ദേഹത്തിന് കുറച്ച് സഹായം ആവശ്യമുണ്ട്, പോകണമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. 1 മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം ഇദ്ദേഹത്തിന് പല രീതിയിലും കൗൺസിലിങ്ങും ഒരു വൈദികൻ്റെ സാന്നിധ്യവും പിന്നെ മറ്റുള്ള സപ്പോർട്ട് സിസ്റ്റവും എല്ലാം കൊടുത്ത് 1 മാസത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്തു. എനിക്ക് തോന്നുന്നു, ഞാൻ ആ സമയത്ത് 2023 ഒക്ടോബർ മാസം ഞാൻ വിശുദ്ധ നാട്ടിലേക്കുള്ള ഒരു ടൂറിന് പോകാനായിട്ടിരുന്നതാണ്. പോകുന്നതിന് ഒരാഴ്ച മുമ്പേ അവിടെ യുദ്ധം തുടങ്ങി, ഇസ്രായേലിൽ യുദ്ധം തുടങ്ങി. അങ്ങനെ ആ പോക്ക് ക്യാൻസലായി. ഞാനിപ്പോൾ ലീവെല്ലാം 1 മാസത്തേക്ക് എടുത്തുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി. പക്ഷേ എൻ്റെ ആ 1 മാസത്തെ സമയം വൃഥാ ആയില്ല. എൻ്റെ ഇപ്പോഴത്തെയും എനിക്ക് വിശുദ്ധ നാട്ടിൽ പോകാൻ സാധിക്കാത്തതിനകത്ത് ഒരു വിഷമവുമില്ല. കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആ ഒരാളിന് വേണ്ടി മാത്രമാണ് ദൈവം എന്നെ ആ നാട്ടിലേക്ക് കൊണ്ടുപോയത്. 1 മാസം എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം തീർച്ചയായിട്ടും കരകയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിന്തകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്ന് വീണ്ടും പൊടി തട്ടിയെടുത്ത് ആക്റ്റീവ് ആക്കാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം പല ആൾക്കാരെയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഒരുക്കും. അതിനാണ് പറയുന്നത്, നമ്മളെ ദൈവം ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഈ ദൈവം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത തരുവാണ്, ഇന്ന ആളുടെ അടുക്ക പോകണം, അദ്ദേഹത്തിൻ്റെ അടുക്ക സുവിശേഷം പറയണം എന്ന് നിങ്ങളുടെ അടുക്ക ഒരു ഉപദേശം തരികയാണ്, ഒരു നിർദ്ദേശം തരികയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും എനിക്ക് അനുഭവപ്പെടുന്ന ആ ആളിനെ പറ്റിയുള്ള ചിന്ത നമ്മളുടെ അധികരിക്കും, മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതൊരു ഭാരമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തീർച്ചയായിട്ടും ഇത് അവിടെ പോകണം, ഇദ്ദേഹത്തിൻ്റെ അടുക്ക് സമീപിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ദൈവം തരുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പോം വഴി. അനുസരിച്ചില്ല എങ്കിൽ ഈ എസെക്കിയേൽ 33:8 വരും ആപ്ലിക്കബിൾ ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ അകൃത്യത്തിൽ മരിക്കുകയാണെങ്കിൽ അവൻ്റെ രക്തത്തിൻ്റെ വില നിന്നോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ദൗത്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? വ്യക്തമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്നും രാവിലെ നിങ്ങളുടെ ആ ക്വയറ്റ് ടൈമിൽ ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് നമ്മൾ കുറച്ച് സമയം മൗനമായിട്ടിരിക്കുക. ദൈവം പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അത് നമുക്ക് വെറുതെയുള്ള ചിന്തകളല്ല, അത് ദൈവം വി ഹാവ് ടു ആക്ട് അപ്പോൺ ഇറ്റ്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി ശ്രമിക്കുവാനും ദൈവത്തെ കേൾക്കുവാനും ഉള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.